ഇന്ന് നമുക്ക് നിവിൻ പോളിയും റിയ ഷിബുവും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന സർവം മായ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ഒരു ഗാനമേള ട്രൂപ്പാണ് കാണിക്കുന്നത്. അതിൽ ഗിത്താർ വായിക്കുന്ന ആളാണ് നമ്മുടെ കഥാനായകനായ പ്രഭേന്ദു. എന്നാൽ ആ ഒരു ഗാനമേള ട്രൂപ്പിന് യൂറോപ്പിലേക്ക് ഒരു പ്രോഗ്രാം സെറ്റായിട്ടുണ്ട്. ട്രൂപ്പിലുള്ള 15 പേരിൽ 14 പേർക്കും വിസയും കാര്യങ്ങളും ഒക്കെ റെഡിയായി വന്നു. പ്രഭേന്ദുവിന് മാത്രം വന്നില്ല. കാരണം മാനേജർക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പ്രഭേന്ദുവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയത്. പ്രഭേന്ദു ആണെങ്കിലോ വീട്ടിൽ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റ് എടുത്താണ് താമസിക്കുന്നത്. ഇനി 2 മാസം കഴിഞ്ഞേ പ്രോഗ്രാമിന് പോയവരൊക്കെ തിരിച്ചു വരൂ. അതുവരെ വെറുതെ എന്തിനാ വാടക കൊടുത്തിട്ടിരിക്കുന്നെന്ന് കരുതി ആ ഒരു അപ്പാർട്ട്മെന്റ് മൊഴിയും. ഇത് മനസ്സിലാക്കിയ മാനേജർ ആണെങ്കിലോ, എന്തായാലും 2 മാസം കഴിഞ്ഞല്ലേ എല്ലാവരും വരൂ, നിന്റെ അച്ഛന്റെ സപ്തതി നടക്കുകയല്ലേ, നീ എന്തായാലും പ്രശ്നമൊന്നും മനസ്സിൽ വെച്ചേക്കാതെ നാട്ടിലേക്ക് പോ, വീട്ടിൽ ചെന്ന് നിൽക്കുവാനായിട്ടും മാനേജർ പറഞ്ഞു. അതനുസരിച്ച് അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് പോവുകയാണ് പ്രഭേന്ദു. പ്രഭേന്ദു ജനിച്ചത് നല്ല സാമ്പത്തികമുള്ള അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. പ്രഭേന്ദുവിന്റെ അച്ഛന്റെ പേര് നീലകണ്ഠൻ നമ്പൂതിരി. ശബരിമലയിൽ വരെ പൂജ നടത്തിയിട്ടുള്ള ആളാ. സഹോദരനാണ് ദീപാങ്കുരൻ നമ്പൂതിരി. ദീപാങ്കുരൻ ആണെങ്കിലോ VIP പൂജകളൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ എപ്പോഴും പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇവരൊക്കെ സമ്പാദിക്കുന്നുണ്ട്. പ്രഭേന്ദു ജനിച്ചത് അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിലായതുകൊണ്ട് തന്നെ ഗാനമേളയ്ക്കെന്ന് പോയി ജീവിക്കേണ്ട ഒരു കാര്യവും പ്രഭേന്ദുവിനില്ല. എന്നാൽ പ്രഭേന്ദു അവന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നതും. മാത്രമല്ല പ്രഭേന്ദു ആണെങ്കിൽ ഒരു നിരീശ്വരവാദിയാ. അതുകൊണ്ട് തന്നെ അച്ഛനും ചേട്ടനും പൂജാ കർമ്മങ്ങളൊക്കെ നടത്തുന്നത് പോലെ പ്രഭേന്ദു ചെയ്യത്തേയില്ല. ആ ഒരു ദേഷ്യമാണ് അച്ഛന് പ്രഭേന്ദുവിനോട്. അതുകൊണ്ടാണ് അച്ഛനും മകനും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായതും. അങ്ങനെ പ്രഭേന്ദു ആണെങ്കിലോ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീട് നിറയെ ആള് നിൽക്കുന്നതാ കാണുന്നത്. സപ്തതി നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രഭേന്ദുവാണെങ്കിൽ വീടിന്റെ പുറകുവശത്തു കൂടിയാണ് അകത്തേക്ക് കിടക്കുന്നതും. അച്ഛനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് VIP കളും പിന്നെ മന്ത്രിമാരും ഒക്കെ എത്തിയിട്ടുണ്ട്. വീടിന്റെ പുറകുവശത്തെത്തുമ്പോഴോ അവിടെ അപ്പു എന്ന നായ്ക്കുട്ടിയും കാണും. പ്രഭേന്ദുവിന്റെ അമ്മ വളർത്തിയിരുന്ന നായ്ക്കുട്ടിയായിരുന്നു അത്. അമ്മയുടെ മരണശേഷം പ്രഭേന്ദുവിനും ആ നായ്ക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അകത്തേക്ക് കിടക്കുകയാണ് പ്രഭേന്ദു. പ്രഭേന്ദു നേരെ പോകുന്നത് തന്റെ വല്യച്ഛനടുത്തേക്കാ. പ്രഭേന്ദുവും വല്യച്ഛനും നല്ല കമ്പനിയാ. പ്രഭേന്ദുവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാ വല്യച്ഛൻ. വീട്ടിലെത്തിയെങ്കിലും അച്ഛനും മകനും നല്ല രീതിക്ക് മിണ്ടുന്നത് പോലുമില്ല. പ്രഭേന്ദു വീട്ടിൽ നിന്നും നേരെ പോകുന്നത് നാട്ടിലെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രൂപേഷിനടുത്തേക്കാണ്. രൂപേഷ് ആണെങ്കിൽ ഒരു പൂജാരിയാ. രൂപേഷിനോട് പറയുന്നുണ്ട്, 2 മാസത്തേക്ക് താൻ എന്തായാലും ഇവിടെ കാണും, ഒരു ജോലിയൊക്കെ സെറ്റ് ആക്കണമെന്നും പ്രഭേന്ദു പറയുന്നു. പ്രഭേന്ദുവിന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. അച്ഛനോട് ചോദിക്കുവാനായിട്ടും അവന് മടിയാണ്. എന്നാൽ രൂപേഷിന് അപ്പോൾ ഒരു ഐഡിയ തോന്നും. രൂപേഷിന്റെ കൂടെയുള്ള അസിസ്റ്റന്റിനെ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് മറ്റൊരാളെ അവിടേക്ക് കൊണ്ടുവരണമെന്നാണ് രൂപേഷ് ചിന്തിക്കുന്നത്. അപ്പോൾ രൂപേഷ് വിചാരിക്കും, പ്രഭേന്ദുവിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായെന്ന്. പ്രഭേന്ദുവിനോട് ആ ഒരു കാര്യവും പറയുന്നുണ്ട്. രൂപേഷ് പറയുന്നത് കേട്ട് നിരീശ്വരവാദിയായ പ്രഭേന്ദു ആദ്യം അതിനെ എതിർക്കും. നീ വെറുതെ എന്നോടൊപ്പം അസിസ്റ്റന്റായി വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് രൂപേഷ് പറഞ്ഞപ്പോഴാണ് പ്രഭേന്ദു അതിനെ സമ്മതിച്ചത്. സത്യത്തിൽ പ്രഭേന്ദു ഇപ്പോഴാണ് നിരീശ്വരവാദിയായി മാറിയത്. ഒരു 21 വയസ്സ് വരെ പ്രഭേന്ദു ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. പൂണൂലൊക്കെ അണിഞ്ഞ് പൂജാകർമ്മങ്ങൾക്കൊക്കെ പോയിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. അതിൽ പിന്നെയാണ് അവൻ നിരീശ്വരവാദിയായി മാറിയതും പൂണൂലൊക്കെ അഴിച്ചു കളഞ്ഞ് അവന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഫീൽഡ് തിരഞ്ഞെടുത്ത് ഗിത്താറിസ്റ്റായി പോകുന്നതും. എന്നാൽ അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല. വർഷങ്ങൾക്ക് ശേഷം തന്റെ മകൻ വീണ്ടും പൂണൂലണിയുന്നത് കണ്ട് അച്ഛൻ ഒരുപാട് സന്തോഷമായി. അങ്ങനെ രൂപേഷിനൊപ്പം ഒരു പരികർമ്മിയായിട്ട് പ്രഭേന്ദുവും കൂടെ പോകുന്നു. ചെറിയ ചെറിയ പൂജകളൊക്കെ ചെയ്ത് രണ്ടുപേരുടെയും ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൂജയ്ക്കെത്തി രൂപേഷിനൊരു അപകടം പറ്റി. അതോടുകൂടി കഴുത്തിനും നടുവിനും പരിക്ക് പറ്റി രൂപേഷ് ചെറുതായിട്ടൊന്ന് കിടപ്പിലായി. രൂപേഷ് ഒരുപാട് പൂജകളൊക്കെ കമ്മിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പ്രഭേന്ദുവിനോട് ആ ഒരു പൂജകളൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കും. എന്നാൽ പ്രഭേന്ദുവിനാണെങ്കിൽ ഒന്നും തന്നെ അറിയത്തില്ല. അതുകൊണ്ട് തനിക്ക് പറ്റില്ല എന്ന് പറയും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, കിട്ടുന്ന കാശ് നമുക്ക് 50-50 ആക്കാമെന്ന് പറയും. എന്നാൽ അത് കേട്ട് പ്രഭേന്ദു പറയുന്നതോ, പൂജകളൊക്കെ ചെയ്യുന്നത് ഞാൻ, എന്നിട്ട് 50-50യോ 60-40 ആണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നു. അതിന് രൂപേഷ് സമ്മതിക്കുകയും ചെയ്യും. ഇതിനിടയിൽ വെച്ച് പ്രഭേന്ദു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗിത്താർ വായിക്കുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോയിലും പോകാറുണ്ട്. എന്നാൽ ഒരു ദിവസം പ്രഭേന്ദു ഗിത്താർ വായിക്കുന്ന വീഡിയോ ആണെങ്കിൽ ബോളിവുഡ് മ്യൂസിക് ഡയറക്ടറായ വിരാജ് കാണുകയുണ്ടായി. പ്രഭേന്ദു ഗിത്താർ വായിക്കുന്നത് വിരാജിന് ഒരുപാട് ഇഷ്ടമായി. താൻ അടുത്തതായി ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിലേക്ക് ഗിത്താർ വായിക്കാൻ ഒരാൾ വേണം. അതിനു മുൻപായിട്ട് പ്രഭേന്ദു ഗിത്താർ വായിക്കുന്നത് തനിക്ക് നേരിട്ടൊന്ന് കാണണമെന്നും സ്റ്റുഡിയോയിലുള്ള ആൾക്കാരോട് പറഞ്ഞു. അവരും അതിന് സമ്മതിക്കും. അതറിയുന്ന പ്രഭേന്ദുവിനും ഒരുപാട് സന്തോഷമായി.
അങ്ങനെയിരിക്കെ പാലക്കാട്ടിലൊരു അഡ്വക്കേറ്റിന്റെ മകന്റെ ദേഹത്ത് പ്രേതബാധ കൂടിയത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാകർമ്മം കിട്ടിയത് രൂപേഷിനായിരുന്നു. രൂപേഷിന് വയ്യാത്തത് കൊണ്ട് ആ ഒരു കർമ്മം ഏൽപ്പിച്ചത് പ്രഭേന്ദുവിനെയും. പക്ഷേ പ്രഭേന്ദുവിന് പ്രേതബാധ ഒഴിപ്പിക്കുന്നതിനൊന്നും അറിയത്തില്ലല്ലോ. എനിക്കതൊന്നും അറിയത്തില്ല, ഞാനതെങ്ങനെ ചെയ്യാനാന്ന് പ്രഭേന്ദു ചോദിക്കുമ്പോൾ, നീ കുറെ തീയും പുകയും പൂവുമൊക്കെ അങ്ങ് ഉപയോഗിച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ടെന്നും രൂപേഷ് പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസം പാലക്കാട്ടേക്ക് പോവുകയാണ് പ്രഭേന്ദു. അവിടെ എത്തുന്ന സമയത്തോ വക്കീലിന്റെ മകനായ അവിനാഷ് ആണെങ്കിൽ ആരോടും ഒന്നും മിണ്ടുന്നതേയില്ല. നല്ല രീതിക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പയ്യനാ ഇപ്പോൾ ആഹാരവും കഴിക്കുന്നില്ല, എപ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അവൻ പറയുന്നതോ അവനൊപ്പം ഒരു പെൺകുട്ടിയുണ്ട്, അവൾ എപ്പോഴും അവനോടൊപ്പം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാ. പേടി കാരണം അവൻ എപ്പോഴും അവന്റെ അമ്മയ്ക്കൊപ്പമാണെന്നും വക്കീൽ പറയുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ലേ എന്ന് പ്രഭേന്ദു ചോദിക്കുമ്പോഴോ, കാണിച്ചു, ഒരു മാറ്റവുമില്ല. പിന്നെ അവന്റെ അമ്മയുടെ നിർബന്ധമായി പൂജാകർമ്മങ്ങളൊക്കെ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്നും വക്കീൽ പറയും. അങ്ങനെ പ്രഭേന്ദുവാണെങ്കിൽ പൂജ ആരംഭിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞതും ആ പയ്യൻ പഴയതുപോലെ തന്നെയായി മാറുന്നു. അവൻ നേരെ എഴുന്നേറ്റ് പോയി ഫുഡ് കഴിക്കുന്നു. കുറെ നാളായിട്ട് ഫുഡ് കഴിക്കാതിരുന്ന പയ്യനാണെങ്കിലോ ആർത്തിയോടെ തന്നെ ഫുഡ് കഴിക്കുന്നു. എല്ലാവരോടും സംസാരിക്കുവാനായും തുടങ്ങി. അവന്റെ ദേഹത്തെ പ്രേതബാധ പോയി എന്ന് അവരുറപ്പിച്ചു. എന്നാൽ ഇത് കണ്ട് കിളി പറന്നിരിക്കുന്നത് പ്രഭേന്ദുവിനാ. കാരണം അവൻ വെറുതെ പൂവയ്ക്ക് വാരിയിട്ടതും അവന്റെ ദേഹത്തെ പ്രേതബാധ പോയോ, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുകയാണ് പ്രഭേന്ദു. പ്രഭേന്ദുവിനെ എല്ലാവർക്കും വിശ്വാസമായി. ആ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷവുമായി. പൂജാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പ്രഭേന്ദു പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു അവിടേക്ക് രൂപേഷിന്റെ അസിസ്റ്റന്റായ ശ്രീകുട്ടൻ എത്തുന്നത്. ശ്രീകുട്ടൻ പ്രഭേന്ദുവിനെ ഭീഷണിപ്പെടുത്തുവാനായും തുടങ്ങി. പൂജാകർമ്മങ്ങളൊന്നും അറിയാത്ത, പൂണൂലും ഉപേക്ഷിച്ച് മ്യൂസിക് എന്ന് പറഞ്ഞു പോയ പ്രഭേന്ദു ഇപ്പോൾ വീണ്ടും പൂജാകർമ്മം ചെയ്യുവാനായി എത്തിയിരിക്കുന്നത് കാശിനു വേണ്ടിയിട്ടാണെന്ന് എല്ലാവരെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. മാത്രവുമല്ല, തന്നെ അസിസ്റ്റന്റായി ചേർത്തില്ലെങ്കിൽ എല്ലാവരോടും ഇത് പറയുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ശ്രീകുട്ടൻ അവിടെ നിന്ന് പോകുന്നത്. എന്ത് ചെയ്യുമെന്നറിയാതെ പ്രഭേന്ദു നിൽക്കുന്ന സമയമായിരുന്നു അവിടെ നിന്നും സ്കൂട്ടിയിൽ പോവുകയായിരുന്ന ശ്രീകുട്ടന്റെ സ്കൂട്ടി ആക്സിഡന്റ് ആകുന്നതും. നിയന്ത്രണം വിട്ട് ഒരു കടയിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോഴോ കടയ്ക്കുള്ളിൽ കിടക്കുന്ന ശ്രീകുട്ടനെയാണ് കണ്ടതും. അതിനുശേഷം പ്രഭേന്ദു നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലെത്തുന്ന പ്രഭേന്ദുവിന് ഒരു കൊറിയറും വരികയാണ്. പ്രഭേന്ദുവിന്റെ ക്രെഡിറ്റ് കാർഡ് വഴി കുർത്തി ഓർഡർ ചെയ്തിരിക്കുന്നു. അത് കണ്ട് പ്രഭേന്ദുവാണെങ്കിൽ താൻ കുർത്തിയൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. എന്നാൽ അതിൽ കൊടുത്തിരുന്ന ഫുൾ ഡീറ്റെയിൽസ് പ്രഭേന്ദുവിന്റെ ആയിരുന്നു. അതും പ്രഭേന്ദുവിന്റെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രഭേന്ദുവിന് മനസ്സിലാകുന്നതേയില്ല. മാത്രവുമല്ല, പ്രഭേന്ദുവിന്റെ ഫോണിലാണെങ്കിൽ വേറെ വേറെ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. കൂടാതെ പ്രഭേന്ദുവിന്റെ വാട്സപ്പിന്റെ DP മാറ്റിയിട്ടുണ്ട്. താനല്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പ്രഭേന്ദു ചിന്തിക്കും. ഈ ഒരു കാര്യം തന്റെ വല്യച്ഛനോടും പ്രഭേന്ദു പറയുന്നുണ്ട്. അന്നേ ദിവസം രാത്രി പ്രഭേന്ദു ഉറങ്ങുവാനായി കിടക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞതും റൂമിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കും. എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പ്രഭേന്ദുവിന്റെ മൊബൈലും എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാ. അത് കണ്ട് പ്രഭേന്ദു പേടിച്ചു പോകുന്നു. ആ പെൺകുട്ടിയും പ്രഭേന്ദുവിനെ കണ്ട് പേടിച്ചു പോവുകയാണ്. പ്രഭേന്ദുവിന്റെ മൊബൈല് അവനെ ഏൽപ്പിച്ച പെൺകുട്ടിയാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അവളും മറഞ്ഞു പോകുന്നു. അത് കണ്ട് പേടിച്ച പ്രഭേന്ദുവാണെങ്കിൽ തലവഴിയെ പുതപ്പ് മൂടി തന്റെ വല്യച്ഛന്റെ റൂമിലേക്കാണ് പോകുന്നത്. അന്നേ ദിവസം പേടിച്ച് പ്രഭേന്ദു ആ റൂമിലാണ് കിടന്നുറങ്ങിയതും. അടുത്ത ദിവസം ഉറക്കമുണർന്ന പ്രഭേന്ദു ഇതെല്ലാം തന്റെ തോന്നലായിരിക്കാം, സ്വപ്നമായിരിക്കാം എന്ന് കരുതി റൂമിലേക്ക് ചെല്ലും. എന്നാൽ റൂമിലേക്ക് എത്തുന്ന സമയത്തോ അതേ പെൺകുട്ടി വീണ്ടും അവിടെ പ്രഭേന്ദുവിന്റെ ഫോണും എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് ചെന്ന് ആരാണെന്ന് ചോദിക്കുന്നു. അവളുടെ സംസാരത്തിൽ നിന്നും കഴിഞ്ഞ തവണ പൂജയ്ക്ക് പോയില്ലായിരുന്നു പാലക്കാട്ടുള്ള ഒരു വക്കീലിന്റെ വീട്ടില് വക്കീലിന്റെ മകന്റെ കൂടെയുണ്ടായിരുന്ന അതേ പെൺകുട്ടിയുടെ പ്രേതാത്മാവാണ് തന്നോടൊപ്പം ഉള്ളതെന്നും ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്നും പ്രഭേന്ദുവിന് മനസ്സിലായി. ഉടനെ തന്നെ പ്രഭേന്ദു വക്കീലിന്റെ മകനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിനെ കാണുവാനായും എത്തി. ഡോക്ടറിനോട് ഈ കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ ഡോക്ടർ പറയുന്നത്, എന്നാൽ പിന്നെ ഒരു പൂജ ചെയ്താൽ പോരെ, ആ പ്രേതമങ്ങ് ഒഴിഞ്ഞു പോകില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴോ സത്യത്തിൽ താൻ നിരീശ്വരവാദിയാണെന്നും പ്രഭേന്ദു പറയുന്നു. എന്നിട്ട് നിരീശ്വരവാദിയാകാനുള്ള കാരണവും തുറന്നു പറയുകയാണ്. പ്രഭേന്ദുവിന് ഏകദേശം ഒരു 21 വയസ്സൊക്കെ പ്രായമുള്ള സമയം. പ്രഭേന്ദുവിന്റെ അച്ഛനും ചേട്ടനും കൂടി ഡൽഹിയിലേക്ക് പൂജ നടത്തുവാനായി പോയിരുന്നു. വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് അമ്മയും പ്രഭേന്ദുവും മാത്രമായിരുന്നു. പ്രഭേന്ദുവിന്റെ വീട്ടിലാണെങ്കിൽ ഒരു അമ്പലമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം പ്രഭേന്ദു അവിടെ പൂജ നടത്തുവാനായും കയറും. പ്രഭേന്ദു പതിവ് പോലെ തന്നെ പൂജയ്ക്കായി എത്തി. എന്നാൽ അപ്പോൾ അമ്മ പ്രഭേന്ദുവിനെ വല്ലാതെ വിളിക്കുന്നുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞിട്ട് ചെല്ലാമെന്നാണ് പ്രഭേന്ദു കരുതിയതും. എന്നാൽ ചെന്ന് നോക്കിയപ്പോഴോ തറയിൽ വീണ് കിടക്കുന്ന അമ്മയാണ് അവൻ കണ്ടതും. അമ്മ അപ്പോഴേക്കും മരിച്ചിരുന്നു. അതും ആ ഒരു അമ്പലത്തിന്റെ ഓപ്പോസിറ്റുള്ള റൂമിലാണ് അമ്മ മരണപ്പെട്ട് കിടന്നത്. താൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്? അപ്പോൾ ദൈവങ്ങൾ എവിടെ പോയി എന്നാണ് പ്രഭേന്ദുവിന്റെ ചോദ്യം. അതോടുകൂടിയാണ് ദൈവങ്ങളൊന്നും ഈ ലോകത്തേയില്ല, താൻ നിരീശ്വരവാദിയായി മാറിയതെന്നും പ്രഭേന്ദു പറയുന്നു. പ്രഭേന്ദുവിന്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയ ഡോക്ടറാണെങ്കിൽ തനിക്ക്
ആവശ്യം നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ തീരാത്ത അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എഴുതി കൊടുക്കുകയാണ്. അതുമായിട്ട് പ്രഭേന്ദു നേരെ തന്റെ വീട്ടിലേക്കും എത്തും. വീട്ടിലെത്തിയ പ്രഭേന്ദു സമാധാനത്തിൽ ഗുളികയും കഴിച്ച് ഉറങ്ങുവാനായി കിടന്നു. എന്നാൽ ഉറക്കമുണർന്നു നോക്കുമ്പോഴോ അതേ പെൺകുട്ടി ഫോണും കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കാണുന്നു. പ്രഭേന്ദു പേടിച്ച് ഉടനെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അവന്റെ ആ ചോദ്യത്തിന് അവളുടെ മറുപടി, ഞാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം അറിയാം, ഞാനൊരു ആത്മാവാണെന്ന്. അത് കേട്ടതും പ്രഭേന്ദുവിന്റെ ബോധം പോയി. വല്ലാതെ പേടിച്ച പ്രഭേന്ദു തന്റെ കൂട്ടുകാരനായ രൂപേഷിനെ വിളിച്ചിട്ട് പ്രേതബാധ ഒഴിപ്പിക്കുന്ന പൂജ ചെയ്തു. ആ ഒരു പൂജ കഴിഞ്ഞതും കാശും വാങ്ങിക്കൊണ്ട് പോകുന്ന രൂപേഷ് പ്രേതബാധ എല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ അകത്തേക്ക് വരുന്നതും ദേ നിൽക്കുന്നു ആ പെൺകുട്ടി. അതോടുകൂടി വീണ്ടും പ്രഭേന്ദു പേടിച്ചോടുവാനായി ഒരുങ്ങും. പേടിച്ചോടുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും അങ്ങനെ ഓടാനേ സമയം കാണൂ. ഞാൻ സിനിമയിലൊക്കെ കാണുന്ന പ്രേതങ്ങളെ പോലെ നിങ്ങളെ വല്ല ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സത്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്നും ആ പെൺകുട്ടി പറയുന്നു. അവളുടെ സംസാരത്തിൽ നിന്നും അവൾ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെന്നുള്ള കാര്യം പ്രഭേന്ദുവിന് മനസ്സിലായി. അന്നേ ദിവസം പ്രഭേന്ദുവിന് സ്റ്റുഡിയോയിൽ നിന്ന് കോള് വരികയാണ്. പ്രഭേന്ദു ഗിത്താർ വായിക്കുന്നത് നേരിട്ട് കാണുവാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഡയറക്ടറായ വിരാജ് വീഡിയോ കോളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിലുള്ളവർ പ്രഭേന്ദുവിനെ വിളിച്ചു വരുത്തും. പ്രഭേന്ദു ആണെങ്കിലോ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ആ ഒരു പെൺകുട്ടിയെ കണ്ടതിന്റെ അതേ ടെൻഷൻ പ്രഭേന്ദുവിന്റെ മുഖത്തുണ്ടായിരുന്നു. വിരാജ് വീഡിയോ കോളിൽ വരികയും അടുത്തതായിട്ട് താൻ കമ്പോസ് ചെയ്യാൻ പോകുന്ന പാട്ടിന്റെ ട്യൂൺ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഗിത്താർ വായിക്കണമെന്നും പ്രത്യേകം വിരാജ് പറഞ്ഞു. അങ്ങനെ പ്രഭേന്ദു ആണെങ്കിലോ ഗിത്താർ വായിക്കുവാനായി ആരംഭിച്ചു. പക്ഷേ പ്രഭേന്ദു ഗിത്താർ വായിക്കുന്നത് ഒന്നും തന്നെ വിരാജിന് ഇഷ്ടപ്പെടുന്നതേയില്ല. അതൊന്നും പറ്റില്ല, കുറച്ചുകൂടി നല്ല രീതിക്ക് വേണമെന്നും വിരാജ് പറയുന്നു. എത്ര തവണ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചവൻ ഗിത്താർ വായിക്കുന്നതൊന്നും വിരാജിന് ഇഷ്ടമാകുന്നതേയില്ല. പ്രഭേന്ദു ആണെങ്കിലോ അവന്റെ മൈൻഡ് ഫുൾ പോയി കിടക്കുന്ന അവസ്ഥയാണ്. വല്ലാതെ പേടിച്ചൊരവസ്ഥ. എന്നാൽ അതേ സമയം തന്നെ പ്രഭേന്ദുവിന് അടുത്തേക്ക് ആ ഒരു പെൺകുട്ടി വരുന്നു. എങ്ങനെയായിരിക്കണം ഗിത്താർ വായിക്കേണ്ടതെന്ന് അവൾ പറഞ്ഞു കൊടുക്കും. അവൾ പറഞ്ഞു കൊടുത്ത മ്യൂസിക്കിനനുസരിച്ച് പ്രഭേന്ദു ഗിത്താർ വായിക്കുവാനായി ആരംഭിച്ചു. അത് വിരാജിന് ഒരുപാട് ഇഷ്ടമായി. താൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണെന്നും തന്റെ അടുത്ത സോങ്ങിൽ ഗിത്താർ വായിക്കുന്നത് പ്രഭേന്ദുവാണെന്നും വിരാജ് പറഞ്ഞ് പ്രഭേന്ദുവിനെ അഭിനന്ദിക്കുന്നു. പ്രഭേന്ദുവിനും ഒരുപാട് സന്തോഷമായി. അത്രയും ദിവസം ആ പെൺകുട്ടിയെ പേടിച്ചിരുന്ന പ്രഭേന്ദുവിനാണെങ്കിൽ അന്ന് മുതൽ അവന്റെ പേടിയെല്ലാം പോയി. കാരണം അവനെ ഹെൽപ്പ് ചെയ്തത് ആ പെൺകുട്ടിയാണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയാണ്. പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് അവളുടെ പേരെന്താണെന്നോ അവളുടെ നാട് ഏതാണെന്നോ അവളുടെ അച്ഛനും അമ്മയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തന്നെ ഒന്നും അറിയത്തേയില്ലല്ലോ. പേരറിയാത്തത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒരു ഡെലൂഷൻ ആയതുകൊണ്ട് ഡെലൂലു എന്ന് വിളിക്കുവാനായിട്ടും തീരുമാനിക്കുന്നു. അന്ന് രൂപേഷിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ശ്രീകുട്ടന് ആക്സിഡന്റ് സംഭവിച്ചത് ഡെലൂലു കാരണമാ. ശ്രീകുട്ടനാണെങ്കിൽ പ്രഭേന്ദുവിനെ വഴക്ക് പറഞ്ഞിട്ടും വിരട്ടിയിട്ടും ഒക്കെ പോകുന്നത് ഡെലൂലുവിന് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് അവൾ അവനെ ആക്സിഡന്റ് ആക്കിയതും. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞവർ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. മാത്രവുമല്ല, താൻ മരിക്കുന്നതിന് മുൻപ് ആരോ തന്നോട് എസ് പറഞ്ഞു എന്നത് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ എന്നും ഡെലൂലു പറയുന്നു. ഡെലൂലുവിന്റെ പേരെന്താണ്, അവളുടെ നാടേതാണ്, അച്ഛനമ്മ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുവാനായിട്ട് താൻ സഹായിക്കാമെന്നും പ്രഭേന്ദു പറയുന്നു. അന്നു മുതൽ അവളെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. എത്ര തന്നെ അന്വേഷിച്ചിട്ടും അവളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും കണ്ടെത്തുവാനേ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അച്ഛനോട് മിണ്ടാത്തതെന്ന് ഡെലൂലു പ്രഭേന്ദുവിനോട് ചോദിക്കുന്നു. അതിനുള്ള കാരണം അവൻ തുറന്നു പറയുകയാണ്. പ്രഭേന്ദുവിന്റെ അമ്മ ഏറ്റവും കൂടുതൽ ലാളിച്ച് വളർത്തിരുന്ന ഡോഗായിരുന്നു അപ്പു. അമ്മ മരിച്ചിരുന്ന സമയത്ത് അപ്പുവിനെ കൊണ്ടുവന്നൊന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് പ്രഭേന്ദു അപ്പുവിനെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ അപ്പുവിനെയും പ്രഭേന്ദുവിനെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവസാന നിമിഷം അമ്മയ്ക്കൊപ്പം ഒന്ന് ഇരിക്കുവാൻ പോലും എന്നെയും അപ്പുവിനെയും അച്ഛൻ സമ്മതിച്ചില്ല. അത് കാരണമാണ് അച്ഛനുമായിട്ട് താൻ മിണ്ടാത്തതെന്നും പ്രഭേന്ദു പറയുന്നു. അത് കേട്ട് ഡെലൂലു പറയുന്നതോ, പിണങ്ങുന്നതിനേക്കാൾ ഏറ്റവും പാടാണ് പിണക്കം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത്. അച്ഛനുമായിട്ടുള്ള പിണക്കമെല്ലാം മാറ്റിയിട്ട് അച്ഛനോട് നന്നായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. മനുഷ്യന് ഭൂമിയിൽ ആകെ കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ എന്നും ഡെലൂലു ഉപദേശിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ബോംബെയിൽ നിന്നും മ്യൂസിക് ഡയറക്ടറായ വിരാജിന്റെ കോൾ വരുന്നത്. റെക്കോർഡിങ്ങിനായിട്ട് എത്രയും വേഗം സ്റ്റുഡിയോയിലേക്ക് എത്തണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഡെലൂലുവും പ്രഭേന്ദുവും ചേർന്ന് ബോംബെയിലേക്ക് പോകുന്നു. ഫ്ലൈറ്റിലിരിക്കുന്ന സമയത്ത് ഡെലൂലുവിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. താൻ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചിരുന്നതെന്നും കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയ കാര്യമൊക്കെ തനിക്ക് ഓർമ്മ വരുന്നുവെന്നും അവൾ പറയുന്നു. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു ഡെലൂലുവിന്റെ മറുപടി. അങ്ങനെ അവർ ബോംബെയിലേക്കും എത്തി. അവിടെ ഇവന് എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നത് സാദിയ എന്ന പെൺകുട്ടിയായിരുന്നു. സാദിയാണ് ആദ്യമായിട്ട് പ്രഭേന്ദുവിന്റെ വീഡിയോ എല്ലാം വിരാജിന് അയച്ചു കൊടുത്തതും വിരാജിന് പ്രഭേന്ദുവിനെ ഇഷ്ടമായി ദേ പ്രഭേന്ദു ഈ കാണുന്ന നിലയിലെത്തിയതും സാദിയ കാരണമാ. സാദിയ അവന് വേണ്ട ഹെൽപ്പ് എല്ലാം അവിടെ ചെയ്തു കൊടുക്കുന്നു.
അടുത്ത ദിവസം പൂജയുള്ളത് കണ്ട് തന്നെ പോകുവാനായിട്ടുള്ള ഫ്ലൈറ്റും ബുക്ക് ചെയ്തു. അന്നേ ദിവസം അവർക്കൊപ്പം പോകുവാനായിട്ട് സാദിയും ഉണ്ടായിരുന്നു. പക്ഷേ സാദിയാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ അവൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് പ്രഭേന്ദു കാര്യം തിരക്കും. അവളുടെ ബ്രേക്കപ്പ് സ്റ്റോറി പ്രഭേന്ദുവിനോട് തുറന്നു പറയുന്നു. എന്നാൽ പ്രഭേന്ദു ആണെങ്കിൽ സംസാരിച്ച് അവളുടെ ഒരു മൂഡൊക്കെ മാറ്റിയെടുക്കുകയാണ്. അവളും ഒരുപാട് ഹാപ്പിയായി. പ്രഭേന്ദുവിനോട് സംസാരിച്ചപ്പോൾ അവൾക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടിയതുപോലെയായി. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകുന്നു. എന്നാൽ സാദി പറഞ്ഞ ബ്രേക്കപ്പ് സ്റ്റോറി എല്ലാം കേട്ടുകൊണ്ട് ഡെലൂലു അവിടെ ഇരിപ്പുണ്ട്. സാദിയുടെ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ട ഡെലൂലുവിന് തനിക്കൊരു പ്രണയബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മ വരുന്നു. ആ ഒരു കാര്യം അവൾ പ്രഭേന്ദുവിനോട് പറയും. ആ ആളാണോ അവസാനം നിന്നോട് എസ് പറഞ്ഞതെന്ന് പ്രഭേന്ദു ചോദിക്കുമ്പോഴോ, ആ ഒരു എസ് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആകേണ്ടതല്ലേ, എന്നാൽ ആ ഒരു എസ് കേട്ടപ്പോഴല്ലേ ഞാൻ മരിച്ചത്, അപ്പോൾ അതാകാനല്ല സാധ്യത എന്നും അവൾ പറയുന്നു. അങ്ങനെ അവർ തിരിച്ചു വരികയാണ്. വരുന്ന സമയം മുഴുവനെല്ലാം ഫ്ലൈറ്റിലിരുന്ന് സാദിയും പ്രഭേന്ദുവും സംസാരിച്ചു കൊണ്ടിരിക്കുക. കൊച്ചിയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി പോകുവാനായി ഒരുങ്ങുന്ന സാദിയ തന്റെ കസിൻ ബ്രദറിന്റെ കല്യാണമാണ് നാളെ, ഫംഗ്ഷൻ പങ്കെടുക്കുവാനായിട്ട് എത്തണമെന്ന് ക്ഷണിച്ചിട്ടാണ് പോകുന്നത്. പ്രഭേന്ദുവിനും ഒരുപാട് സന്തോഷമായി. എന്നാൽ പോകുവാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത പ്രഭേന്ദുവിനെ ഒരുപാട് നിർബന്ധിക്കുകയാണ് ഡെലൂലു. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്റെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ലാത്ത അപ്പുപ്പട്ടിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. മാത്രവുമല്ല അപ്പുപ്പട്ടിയെ തന്റെ അച്ഛന്റെ റൂമിൽ തന്നെയാണ് കിടത്തിയിരിക്കുന്നതും. അപ്പുപ്പട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളിലെല്ലാം മരുന്നിട്ട് കൊടുക്കുകയാണ്. അത് കാണുന്ന പ്രഭേന്ദുവിനും സന്തോഷമാകുന്നു. കാര്യം അച്ഛന്റെ മൈൻഡ് മാറി വരികയാണല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡോഗായതുകൊണ്ടാണ് അച്ഛനും അതിനെ സ്നേഹിക്കുന്നതും. അങ്ങനെ അടുത്ത ദിവസം ഡെലൂലു നിർബന്ധിച്ച് സാദിയുടെ കസിൻ ബ്രദറിന്റെ കല്യാണ ഫംഗ്ഷന് പങ്കെടുക്കുവാനായിട്ട് പ്രഭേന്ദുവിനെയും കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് അവരെല്ലാവരും ഡാൻസ് കളിക്കുകയും സാദ്യ പ്രഭേന്ദുവിനെ ഹഗ് ചെയ്യുന്നതുമൊക്കെ കാണുന്നു. അവിടെ വെച്ച് സാദ്യ പ്രഭേന്ദുവിനെ പ്രപ്പോസും ചെയ്യുകയാണ്. സാദ്യയും പ്രഭേന്ദു അടുത്തിടപഴകുന്ന കാണുന്ന ഡെലൂലു ആണെങ്കിലും പൊസസീവ് ആവുകയാണ്. തിരികെ വരുന്ന സമയത്ത് സാദിയെക്കുറിച്ചാണ് പ്രഭേന്ദു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അത് കേട്ട് ഉടനെ തന്നെ ഡെലൂലു പറയുന്നുണ്ട്, പ്രഭേ, എനിക്ക് പ്രഭയെ ഇഷ്ടമാണെന്ന്. അത് കേട്ടതും പ്രഭേന്ദു ഞെട്ടിപ്പോകുന്നു. എന്നാൽ പ്രഭേന്ദു ആണെങ്കിലോ അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം ഒരിക്കലും വർക്കൗട്ട് ആകില്ല എന്നും അവൻ മനുഷ്യനാണ്, ഡെലൂലു ഒരു ആത്മാവാണെന്നുള്ള കാര്യം അവളെ പറഞ്ഞു മനസ്സിലാക്കുവാനായി ശ്രമിക്കും. എന്നാൽ ഡെലൂലു പറയുന്നതോ, ഞാനൊരു ആത്മാവാണെങ്കിലും എന്നെ കാണുവാനായിട്ട് പ്രഭേന്ദുവിന് മാത്രമല്ലേ കഴിയൂ, പക്ഷേ പ്രണയത്തിന് ഫിസിക്കൽ അട്രാക്ഷനേക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, അതും മനസ്സിലാക്കണമെന്നും ഡെലൂലു പറയുന്നു. എന്നാൽ പ്രഭേന്ദുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. സാദിയെ തനിക്ക് ഇഷ്ടമാണെന്നും തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താൻ ഫീൽ ചെയ്യുന്നതെന്നും സാദിയ ഹഗ് ചെയ്ത സമയത്ത് തനിക്കുണ്ടായ സന്തോഷം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുമൊക്കെ പ്രഭേന്ദു പറയുന്നു. അതേ സമയത്തായിരുന്നു സാദിയുടെ കോൾ വരുന്നതും. എന്നാൽ ഡെലൂലു ഇരിക്കുന്നത് കൊണ്ട് കോൾ എടുക്കുവാനായിട്ട് പ്രഭേന്ദുവിന് മടിയ. കോൾ എടുക്കുവാനായിട്ട് ഡെലൂലു പറയുന്നു. അവൾ സോറിയും പറയുന്നുണ്ട്. എന്നാൽ പ്രഭേന്ദു പറയുന്നത് എനിക്ക് കുറച്ച് പ്രൈവസി വേണമെന്ന്. അത് കേട്ടതും ഡെലൂലു ആകെ ഷോക്കായി പോകുന്നു. എന്നിട്ട് ദേഷ്യപ്പെട്ട് ഫോണും എടുത്തവൻ റോഡൊന്നും നോക്കാതെ ഡോറ് തുറന്നങ്ങ് ഇറങ്ങുന്ന സമയത്താണ് ബേക്കിൽ നിന്ന് വരുന്ന വണ്ടി ജസ്റ്റ് മിസ്സിനങ്ങ് പോകുന്നത്. അയാളാണെങ്കിൽ പ്രഭേന്ദുവിനെ ഒരുപാട് വഴക്ക് പറയുന്നു. ഭാഗ്യം കൊണ്ടാണ് പ്രഭേന്ദു രക്ഷപ്പെട്ടതും. അപ്പോഴേക്കും ഡെലൂലു ഓടി വന്ന് പ്രഭേന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിരിക്കുകയാണ്. ഡെലൂലുവിന് അച്ഛനും അമ്മയും ഒരു സഹോദരനുമാണുള്ളത്. അവർ ഹാപ്പിയായിട്ട് ഫ്രണ്ട്സിനെ പോലെയാണ് ജീവിച്ചു പോകുന്നതും. ഡെലൂലു ആണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുകയാണ്. അവൾ നാട്ടിലേക്ക് വന്നിട്ട് അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറയുന്നു. ബാംഗ്ലൂരിൽ വെച്ച് എനിക്കൊരാളിനെ ഇഷ്ടമായി. ആ ആളിനെ താൻ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡെലൂലുവിന്റെ അച്ഛന് ടീ ഫാക്ടറിയാണുള്ളത്. നമ്മുടെ നാട് കാണുവാൻ വേണ്ടിയിട്ട് ആള് നാളെ ഇങ്ങോട്ട് വരുന്നെന്നും ഇവിടെ വെച്ച് ഞാൻ ആളിനെ പ്രപ്പോസ് ചെയ്യുമെന്നും ഡെലൂലു പറയുന്നു. അച്ഛനെയും അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് അവൾ കാണുന്നതും. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയാറുള്ളതും. എന്നാൽ അമ്മ ചോദിക്കുന്നുണ്ട്, ആളെങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതാണ്, മാത്രമല്ല പുള്ളി ഹിന്ദുവാണ്, നല്ല താടിയുമുണ്ട്, എനിക്കൊരുപാട് ഇഷ്ടമാണെന്നും ഡെലൂലു പറയുന്നു. ആളിന് നിന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, നാളെ ഞാൻ പ്രപ്പോസ് ചെയ്യുമെന്നും അവൾ പറയുന്നു. പക്ഷേ അമ്മയ്ക്ക് അത്ര ഇഷ്ടമായതേയില്ല. അച്ഛനാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യും. അടുത്ത ദിവസമാണെങ്കിലോ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് അവളാണെങ്കിൽ ടീ ഫാക്ടറിയിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് അവൻ കാണുവാനായിട്ട് തീരുമാനിച്ചിരുന്നതും. കാറിലിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ മെസ്സേജ് വരും. നാട്ടിലേക്ക് വരുന്നില്ല എന്നായിരുന്നു ആ മെസ്സേജും. അത് കാണുന്നവളാണെങ്കിൽ ഷോക്കായി പോവുകയാണ്. അവൾ എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി അച്ഛൻ ചോദിക്കുമ്പോഴോ, ഞാൻ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായെന്നാ തോന്നുന്നത്, അതുകൊണ്ട് വരുന്നില്ലെന്ന് മെസ്സേജ് ഇട്ടിരിക്കുന്നു. എന്തോ കൺഫ്യൂഷനില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒന്നും ശ്രദ്ധിക്കാതെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്ന വണ്ടിയാണെങ്കിൽ അവളെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അതോടെ ഡെലൂലു ഹോസ്പിറ്റലിലാവുകയാണ്. ഡെലൂലു ഇപ്പോൾ ICUവിലാണുള്ളത്. അവൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു. ഉടനെ തന്നെ ഡെലൂലുവിന്റെ സഹോദരനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരികയാണ്. അവനെ കൊണ്ടുവരുന്നത് ആ ഒരു വക്കീലിന്റെ മകനായിട്ടുള്ള അവിനാശിലെ അവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഡെലൂലുവിന്റെ ആത്മാവ് ആദ്യം അവിനാശിന്റെ കൂടെ പോയതും. അങ്ങനെ അനുജനാണെങ്കിലോ തന്റെ സഹോദരിയെ കാണുവാൻ വേണ്ടിയിട്ടെത്തും. അച്ഛൻ പറയുന്നത്,
ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചേച്ചി പിന്നെ നമ്മളോടൊപ്പം കാണില്ല. ചേച്ചി ഏറ്റവും കൂടുതൽ ഹാപ്പിയായത് മോൻ ജനിച്ചപ്പോഴാ. അതുകൊണ്ട് മോനും കൂടി ഈ സമയത്ത് വേണമെന്ന് കരുതി. മോനും കൂടി ഒരു എസ് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇനി ഇത് അനുഭവിക്കേണ്ടി വരില്ല എന്നും അച്ഛൻ പറയുന്നു. ഞാൻ എസ് പറഞ്ഞാൽ ചേച്ചി ഹാപ്പിയാകുമോ എന്ന് അവൻ ചോദിക്കും. അതേ എന്ന് അച്ഛനും പറയുന്നു. അങ്ങനെ അവൻ യെസ് പറയുകയാണ്. അതാണ് മരിക്കുന്നതിന് മുൻപ് ഡെലൂലു അവസാനമായിട്ടൊരു യെസ് കേട്ടു എന്ന് പറയുന്നില്ലേ, അതിതാണ്. ഡെലൂലുവിനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പ്രഭേന്ദു മനസ്സിലാക്കിയല്ലോ. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു പ്രഭേ. എന്റെ അച്ഛന്റെ പേര് ദിലീപ് മാത്യു, അമ്മയുടെ പേര് ആനി, സഹോദരന്റെ പേര് ചാക്കോ. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് മാജിക്കൽ പ്ലാന്റേഷൻ എന്നൊരു ബംഗ്ലാവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം അവൾ തുറന്നു പറയുന്നു. അത് കേട്ട് പ്രഭേന്ദു ചോദിക്കുന്നത്, അപ്പോൾ നിന്റെ യഥാർത്ഥ പേരെന്താ? എന്റെ പേര് മായ, മായ മാത്യൂസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അവന്റെ മുന്നിൽ കൂടി അവൾ മറഞ്ഞു പോവുകയാണ് ചെയ്തതും. സത്യത്തിൽ ഡെലൂലുവിന്റെ ആവശ്യമെന്തെന്നാൽ അവൾ ആരാണെന്നുള്ളത് കണ്ടെത്തുക എന്നതായിരുന്നു. അത് കണ്ടെത്തി കഴിഞ്ഞു. അതോടുകൂടി അവളുടെ ആഗ്രഹം പൂർത്തിയാക്കി അവൾ ഭൂമിയിൽ നിന്നും മടങ്ങി. പ്രഭേന്ദുവിനാണെങ്കിലോ ഡെലൂലു പോയതിൽ പിന്നെ എന്തോ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. അവളെ വല്ലാതെ അവൻ മിസ് ചെയ്യുവാനായും തുടങ്ങി. പ്രഭേന്ദു ഈ ഒരു കാര്യം വല്യച്ഛനോട് പറയുന്നു. വല്യച്ഛൻ പറയുന്നത്, ചിലപ്പോൾ ഇത് നിന്റെ തോന്നലാകാം, അല്ല എന്നുണ്ടെങ്കിൽ ആത്മാവിന് തന്റെ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാതെ ഭൂമിയിൽ നിന്ന് പോകുവാനായി കഴിയത്തില്ല. നീ ഇതിന് ആദ്യം ചെയ്യേണ്ടത് ആ പെൺകുട്ടി പ്രണയിച്ചിരുന്ന ആളിനെ കണ്ടെത്തുക എന്നതാണെന്നും വല്യച്ഛൻ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം പ്രഭേന്ദു ആണെങ്കിലോ മായയുടെ വീട് കണ്ടെത്തി അവിടേക്ക് ചെല്ലുകയാണ്. അതായത് നമ്മുടെ ഡെലൂലുവിന്റെ. അവിടെ അവളുടെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. താൻ മായയുടെ ഫ്രണ്ടാണെന്നും പ്രഭേന്ദു പറയുന്നു. അകത്തേക്ക് ക്ഷണിക്കുകയാണ് പ്രഭേന്ദുവിനെ. എന്നിട്ട് അമ്മയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മായ മരിച്ചതിനു ശേഷം അവളുടെ അച്ഛനാണെങ്കിലോ ഒരുപാട് സങ്കടമായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നീട് അച്ഛൻ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അനുജനാണെങ്കിലോ ചേച്ചിക്ക് താൻ നന്നായിട്ട് പഠിക്കുന്നതാണ് ഇഷ്ടമുള്ളത് എന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുവാനായി തുടങ്ങി. രണ്ടുപേരും ഓരോ കാര്യങ്ങളിലും ബിസിയാണെന്നും അമ്മ പറയുന്നു. അതേസമയമായിരുന്നു അവിടെ മായയുടെ വലിയ ഫോട്ടോ ഇരിക്കുന്നതും പ്രഭേന്ദു കാണുന്നത്. പ്രഭേന്ദു അത് പോയി നോക്കി നിൽക്കുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് മായയുടെ അമ്മ ചോദിക്കുന്നു, മായ സ്നേഹിച്ചിരുന്ന ആള് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭേന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നതും. വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയതും ഒരു കാറ്റ് വീശുകയാണ്. അപ്പോഴേക്കും പ്രഭേന്ദുവിന് ഡെലൂലുവിനെ ഓർമ്മ വന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.